പെട്ടെന്നൊരു രസം ഉണ്ടാക്കിയാലോ? പല സ്ഥലങ്ങളിലും ഇത് പല രീതിയിലായിരിക്കുമല്ലേ ഉണ്ടാക്കുക. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന എൻ്റെ ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു ജാർ എടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് കൊച്ചുള്ളി ഇടാം, പിന്നെ 2-3 പീസ് വെളുത്തുള്ളി, പിന്നെ വന്നിട്ട് നമ്മുടെ തക്കാളിയുടെ പകുതി ഭാഗം കേട്ടോ. എന്നിട്ട് 2 പച്ചമുളക് എടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ മറ്റേ ഉണക്കമുളകില്ലേ, അതും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ച് ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ വളരെ കുറച്ച് മുളക് പൊടി. നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇടുന്നുണ്ടല്ലോ. മുളക് പൊടിയും കൂടെ കൂടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിനകത്തോട്ട് ചേർക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഈ സംഭവം. അങ്ങനെ ഞാനിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ഞാൻ ഈ കറിവേപ്പിലയും കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് എൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കും. ഈ ടൈമിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി, നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് പുളി പിഴിഞ്ഞ് വെച്ചത് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്യാം. അങ്ങനെ നല്ലപോലെ അത് മിക്സായി വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ചുകൂടി ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നല്ല തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാം. അങ്ങനെ എൻ്റെ രസം തിളച്ച് തുടങ്ങി, ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനത് ജസ്റ്റ് ഒരു 1 മിനിറ്റും കൂടി വെച്ചിട്ട് ഇത് ഓഫാക്കും കേട്ടോ. അങ്ങനെ എൻ്റെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത്. ഇതുപോലെ ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കൂ കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണോ ഉണ്ടാക്കണേ എന്ന് കമൻസിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.